ആൻഡ് ടു എ ക്വസ്റ്റ്യൻ, ഇതിപ്പോൾ പേരിടാൻ ഭയന്ന് എന്തിൽ പേരിടുമെന്നൊരവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. എങ്ങനെ പേരിട്ടാലും അതൊരു പക്ഷേ സെൻസറിങ്ങിൻ്റെ മുന്നിൽ തങ്ങൾ കുറ്റക്കാരെ പോലെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥ. നാളെ റിലീസ് ചെയ്യേണ്ട സിനിമയാണ്, ഇതുവരെയും സെൻസറിങ് കിട്ടിയിട്ടില്ല, എഴുതി കൊടുക്കുന്നുമില്ല. എന്താണ് കാരണമെന്ന്? പേരിടാൻ ഭയക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. UA ഇങ്ങനെ 3 കാറ്റഗറിയിലാണ് സാധാരണ സെൻസർ ചെയ്ത് കിട്ടുക. അപ്പോൾ ഈ പടം കേരളത്തിലെ സെൻസർ ബോർഡ് അംഗങ്ങൾ കാണുകയും അതിന് സെൻസർഷിപ്പ് കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തതാണ്. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞിട്ടും എന്തെല്ലാം അവർക്ക് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് വരുന്നില്ല. അത് ബോംബെയിൽ നിന്ന് പ്രിൻറ്റ് ചെയ്തിട്ടാണ് വരേണ്ടത്. 2 ദിവസം സർട്ടിഫിക്കറ്റ് വരുന്നില്ല എന്നുള്ളത് അന്വേഷിക്കുമ്പോഴാണ് സെൻസർ ബോർഡ് സെൻസർ ചെയ്ത് കൊടുക്കുന്നില്ല എന്നുള്ളതും അവർ തീരുമാനിക്കുന്നത്, ഇവർ അറിയുന്നതും അങ്ങനെയാണ്. അതുകൊണ്ടാണ് 27-ാം തീയതി, ഇത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ പടം കാണുന്നത്. അതിനുശേഷം 2 ദിവസത്തിനുള്ളിൽ അവർക്ക് ഇതിൻ്റെ സെൻസർഷിപ്പ് കിട്ടേണ്ടതാണ്. അപ്പം അതെന്ത് ചോദിച്ചു, 27-ാം തീയതി റിലീസിന് വെച്ച പടമാണ്. അപ്പോൾ 27-ാം തീയതി റിലീസിന് വെക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണ്? അതിൻ്റെ എല്ലാ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ പോസ്റ്റർ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, എല്ലാ ആൾക്കാരും പണം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും. എല്ലാ ഒരു സിനിമയെക്കുറിച്ചിട്ട് ആൾക്കാർ എന്താണ് വിചാരിക്കുന്നത് നമുക്കറിയില്ല. കാരണം അതിൻ്റെ പുറയിൽ പണിയെടുക്കുന്ന ആൾക്കാരുടെ എണ്ണം നോക്കിയിട്ട് ആയിരക്കണക്കിന് ആൾക്കാരാണ്. അവരുടെ ജീവിതോപാധിയും കൂടിയാണ് അതൊരു സിനിമ എന്ന് പറയുന്നത്. അതൊരു വ്യവസായമാണ്. ആ വ്യവസായത്തെ തകർക്കുക കൂടിയാണ് ഈ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചെയ്തിട്ടുള്ളതെന്നാണ് എൻ്റെ അഭിപ്രായം. എന്താണ് ഇതിൻ്റെ ഒരു പിന്നണിയിൽ നിൽക്കുന്ന ആൾക്കാരുടെ വിഷമം എന്ന് പറയുന്നത് മനസ്സിലാക്കുന്നില്ലാത്തതുകൊണ്ടാണ്. ഒരു തിയേറ്റർ ഒരു സിനിമ റിലീസ് ചെയ്യണമെങ്കിൽ അതവരെ തിയേറ്റർ കണ്ടെത്തുകയും അതിന് ഡേറ്റ് ഫിക്സ് ചെയ്യുകയും ചെയ്താൽ താരതമ്യേന ചെറിയ സിനിമയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. വലിയ പടങ്ങൾക്ക്, ബിഗ് ബഡ്ജറ്റ് പടങ്ങൾക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ഇത് ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ എത്ര തിയേറ്ററുകൾ കണ്ടെത്തണം, എത്ര മൾട്ടിപ്ലക്സുകളാണ്, അത് 5 സ്റ്റേറ്റ് എങ്ങാണ്ടാണ് അവർ പറയുന്നത്. 5 സ്റ്റേറ്റിൽ 5 ഭാഷയിൽ റിലീസ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന പടമാണ്. അപ്പം അവരെടുത്ത എഫേർട്ടുകളെല്ലാം ഒറ്റ വാക്കുകൊണ്ട് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. 92 കട്ട്സാണ് പറയുന്നത്. ജാനകി എന്ന് പറയുന്നത് സീതാദേവിയുടെ പര്യായമാണ് എന്ന് പറഞ്ഞിട്ടാണല്ലോ കട്ട് ചെയ്യുന്നത്. 92 സ്ഥലത്ത് സുരേഷ് ഗോപി അതിൻ്റെ നായകൻ തന്നെ 92 സ്ഥലത്ത് ഡബ് ചെയ്തിട്ടുണ്ട്, ഈ വാക്ക് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അതുമാത്രമല്ല, ഈ പേര് തന്നെ, ഈ സിനിമയുടെ പേര് തന്നെ ജാനകി എന്നാണ്. അപ്പോൾ ഈ പേര് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? മാറ്റുക എന്ന് പറഞ്ഞാൽ പിന്നെ ചേംബറിൽ നിന്ന് ആദ്യമായിട്ട് തുടങ്ങണം. ചേംബറിൽ പേര് രജിസ്റ്റർ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ആ രജിസ്ട്രേഷൻ എടുക്കണം, അത് സെൻസർ ബോർഡിൽ കൊടുക്കണം. അതുമായി ബന്ധപ്പെട്ട് ഒരു സിനിമ തുടങ്ങുന്നതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എന്താണ് ആദ്യം നമ്മൾ ചെയ്യുക? ഒരു കഥ ഉണ്ടാക്കി ആ കടത്തേക്ക് പേരിട്ട് ചേംബറിൽ കൊണ്ട് രജിസ്റ്റർ ചെയ്യുക. അവിടെ തുടങ്ങി മുഴുവൻ കാര്യങ്ങളും ചെയ്തു വരിക എന്ന് പറയുന്നത് എന്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി എന്താ പറയുക, ഇനി ഇത് കോടതിയിലേക്ക് പോവുക എന്നുള്ളതാണ്. കോടതിയിൽ ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുക? കോടതിയിൽ ചെല്ലുമ്പോൾ കോടതി കേന്ദ്ര സർക്കാരിനെയും സെൻസർ ബോർഡിനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഇതിന് അനുമതി കൊടുക്കും എന്നുള്ളതാണ്. എന്താണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന് ആലോചിക്കും. മനുഷ്യന് ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കണമെന്നും അവൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എങ്ങനെ നടപ്പിലാക്കണമെന്നും അതിൻ്റെ പേരിൽ എങ്ങനെ സർക്കാർ കടന്നു കയറുന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമല്ലത്. കോടതി അനുമതി കൊടുത്തു എന്ന് വെക്കുക. ഈ വന്ന നഷ്ടങ്ങൾ ആര് സഹിക്കും? 27-ാം തീയതി റിലീസിന് വെച്ച പടത്തിന് ഈ പ്രൊഡ്യൂസർക്ക് വന്ന നഷ്ടം, ഈ സംവിധായകർക്ക് വന്ന, ഇവരുടെ അണിയറ പ്രവർത്തകർക്ക് വന്ന നഷ്ടം ആര് സഹിക്കും? ആര് സഹിക്കില്ല. കോടതി പണം തരാൻ പോകുന്നില്ലല്ലോ, കേന്ദ്ര സർക്കാർ പണം തരാൻ പോകുന്നില്ലല്ലോ. ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് വളരെ കാച്ചിക്കുറുക്കി അതിൻ്റെ 10% താഴെയാണ് വിജയ ശതമാനം. ഒരു 100 സിനിമ എടുക്കുമ്പോൾ 10 സിനിമയാണ് ഏകദേശം അവരെ മുടക്ക് മുതൽ തിരിച്ചു കിട്ടുന്ന പടങ്ങൾ. 1-2 സിനിമകളാണ് വിജയിച്ചു എന്ന് പറയുന്ന സിനിമകൾ. 99 സിനിമയും 98 സിനിമയും വിജയിക്കുന്നില്ല ഈ സംസ്ഥാനത്ത്. അതിൻ്റെ മേലെ ഒരു പ്രൊഡ്യൂസർ എടുക്കുന്നത്, അതിന് പണം മുടക്കുന്നവരെടുക്കുന്ന റിസ്ക് മനസ്സിലാക്കാതാണ് ഈ പറയുന്ന എല്ലാ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നത്. രാഷ്ട്രീയക്കാർക്ക് എന്ത് വിളിച്ച് പറയാമെന്ന്, രാഷ്ട്രീയക്കാർക്ക് ഏത് കാര്യങ്ങളും കൈകാര്യം ചെയ്യാം, ഭരണാധികാരികൾക്ക് എന്തും ചെയ്യാം. കാരണം എന്താണ്? അവർക്ക് കറക്റ്റായി ശമ്പളം വരും. അവർക്ക് 1-ാം തീയതി രാവിലെ അവരുടെ കയ്യിൽ ശമ്പളം വരും. മനസ്സിലായി? അവർക്ക് ജനങ്ങളോട് പോയി പറയേണ്ട കാര്യം എന്ന് പറയുന്നത് കുറേ ന്യായീകരണങ്ങളായിരിക്കും. എല്ലാത്തിനും നമ്മൾ ഭരണാധികാരികൾ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാത്തിനും ഒരു ന്യായീകരണങ്ങളുണ്ടാവും. ആ ന്യായീകരണം നിരത്തും ജനങ്ങളുടെ മുന്നിൽ. പക്ഷേ ഇതിൻ്റെ ഭാഗവാക്കാവുന്നതിന് അനുഭവിക്കുന്ന വിഷമം ഒരാൾക്കും മനസ്സിലാകാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇതിൽ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞ കാര്യത്തിനകത്താണ് എനിക്കതിന് ഏറ്റവും അനുകൂലമായി തോന്നിയത്. കേന്ദ്ര സർക്കാർ ഇനി ചെയ്യേണ്ടത് എന്താണെന്നറിയോ? കുറേ ഹിന്ദു ദൈവങ്ങൾക്ക് ഇടാൻ പറ്റിയ പേര്, അല്ലെങ്കിൽ ഹിന്ദു കഥാപാത്രങ്ങൾ വരുന്നവർക്ക് ഇടാൻ പറ്റുന്ന പേരുകൾ കുറച്ച് എഴുതി തരിക, അത് ഗൈഡ് ലൈൻ ഉൾപ്പെടുത്തുക, എന്നിട്ട് അത് ഇട്ടോളാൻ പറയുക. അതല്ലേ നല്ലത്. ഇനിയിപ്പം പേരന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി അടുത്ത സുരേഷ് ഗോപിൻ്റെ പടത്തിൻ്റെ പേരെന്താ അറിയോ? വരാഹം എന്നാണ്. അടുത്ത വരാൻ പോകുന്ന സുരേഷ് ഗോപിയുടെ പടം വരാഹം എന്നാണ്. അതെന്താണ്? ഈ ഇതിലാണ് മത്സ്യം, കൂർമ്മം, വരാഹം. അതാണല്ലോ ഈ മഹാവിഷ്ണുവിൻ്റെ 3 അവതാരം വരുന്നത്. ഇനി മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്, വരാഹം വേണ്ടെന്ന് പറഞ്ഞാൽ ആ പടം തീർന്നു. മനസ്സിലായി? അത് ഫുൾ പടം പ്രൊഡക്ഷൻ കഴിഞ്ഞ് ഞാൻ പറയുന്നത് ആ അവതാരങ്ങൾ 3-ാമത്തെ അവതാരം. ഞാൻ പറയും വരാഹം എന്ന് പറഞ്ഞാൽ 3-ാമത്തെ അവതാരം, മഹാവിഷ്ണുവിൻ്റെ 3-ാമത്തെ അവതാരമാണ്. അപ്പം ഞാൻ ഇത് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ സിനിമ പ്രൊഡക്ഷൻ കഴിഞ്ഞ് എല്ലാം കംപ്ലീറ്റായി റിലീസിന് റെഡിയായി നിൽക്കുകയാണ്. അപ്പോഴാണ് ഇത് പറയുന്നത്. അപ്പം ഇനി ഹിന്ദു ദൈവങ്ങളുടെയോ ഹിന്ദു ആചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. എൻ്റെ സ്വന്തം ജാനകിക്കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ പടം ഇറങ്ങിയ സംസ്ഥാനമല്ലേ ഇത്?
അല്ലേ? എത്രയോ പടങ്ങൾ, നരസിംഹം എന്ന് പറഞ്ഞ പടം ഇറങ്ങിയില്ലേ കേരളത്തിൽ? അന്ന് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. എത്രയോ നല്ല പടങ്ങൾ, എത്രയോ പടങ്ങൾ നോക്കിയിട്ടാണോ കേരളത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? വളരെ മോശമായിട്ടാണ് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കലാകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവൻ്റെ മനസ്സിൽ ഉദിക്കുന്ന സാധനമാണ്. അതിന് നമ്മൾ കുറേ ന്യായീകരണങ്ങളും കുറേ ഗൈഡ് ലൈനും വെച്ചാൽ പിന്നെ അതില്ല. നമ്മൾ നാടകത്തെക്കുറിച്ച് പറയുമല്ലോ. നാടകം എന്ന് പറയുന്നത് അവൻ്റെ അഭിനയ കലകൾ കൊണ്ട് ജനങ്ങളിൽ അവനെന്താണ് ഉദ്ദേശിക്കുന്നത്, അവൻ്റെ മനസ്സിലെന്താ ഉദ്ദേശിക്കുക, ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് അങ്ങനെ ചെയ്യുന്നതാണ്. ബുക്കുകൾ അങ്ങനെയല്ലേ? നമ്മൾ എത്രയോ പുസ്തകങ്ങൾ, എത്രയോ പിന്നെ എഴുത്തുകാർ ഈ സംസ്ഥാനത്തുണ്ടായി, ഈ നാട്ടിലുണ്ടായി. അതൊക്കെ എങ്ങനെയാണ് ഉണ്ടായത്? അവരുടേതായ ആവിഷ്കാര സ്വാതന്ത്ര്യം നമ്മൾ ഓരോ സമരങ്ങൾ നടത്തിയത് എഴുത്തിൽ കൂടിയല്ലേ? എത്രയോ പാർട്ടിയിൽ കൂടെ സമരം നടത്തി. ഇപ്പോൾ വേടനെക്കുറിച്ച് നമ്മൾ പറയുമല്ലോ. വേടനെക്കുറിച്ച് പറയുന്നത് ഓരോ വാക്കുകളും അളന്നു മുറിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അപ്പം വലിയ രീതിയിലുള്ള മുതൽ മുടക്കുള്ള ഇതുപോലെയുള്ള വ്യവസായങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഇതുപോലെ നടക്കുന്നതെന്നുള്ളതാണ് ഞാൻ വിചാരിക്കും. ഇപ്പോൾ നാളെ ഫെഫ്റ്റയുടെ യോഗമുണ്ട്. നാളെ ഫെഫ്റ്റയുടെ യോഗത്തോട് കൂടിയിട്ട് സിനിമാ സംഘടനകൾ സമരത്തിലേക്ക് ഇറങ്ങും. എന്തിനാണ്? ഈ പറഞ്ഞ സെൻസർ ബോർഡിനെതിരെ. അപ്പോൾ എന്താണ് ഒരു ഞാൻ പറയുന്നത്, ഈ നമ്മുടെ ഇപ്പോൾ അടുത്തിറങ്ങിയ സിനിമയുണ്ടല്ലോ, വലിയ വിവാദമായ പടം, മറ്റേ എമ്പുരാന് ശേഷം കുറച്ച് അടങ്ങിയിരിക്കുകയായിരുന്നു അല്ലേ? ഇനിയിപ്പോൾ രണ്ടാമത് തുടങ്ങുമ്പോൾ എന്താണ്, ആൾക്കാർക്ക് ഈ വ്യവസായത്തിലേക്ക് വരുന്നവരെല്ലാം ഇനി പേടിക്കും. ഒന്നാമത് ഈ സാധനം വിജയിക്കുന്നില്ല, ഈ സിനിമ വിജയിക്കുന്നില്ല, ഇൻവെസ്റ്റ് ചെയ്യാൻ മടിക്കുന്നു. 4-5 ഒരു ഇപ്പം നോക്കിയാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഓരോ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 5-6 ആൾക്കാരാണ്. ഒരാൾക്ക് തന്നെ അതിൻ്റെ തൻ്റെ ഇടത്തോടുകൂടി അതിന് മുന്നോട്ട് ഇറങ്ങാം. പണ്ട് അങ്ങനെയല്ലല്ലോ. പണ്ട് ഒരു പ്രൊഡ്യൂസറെ നമുക്ക് കാണാൻ പറ്റും, രണ്ടാമതൊരു പ്രൊഡ്യൂസറെ നമുക്ക് കാണാം. ഇപ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകൾക്കെല്ലാം 3-4-5 പ്രൊഡ്യൂസർമാരാണ്. എന്തുകൊണ്ടാണ്? സിനിമയോട് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതിനോടൊരു വലിയ ജനങ്ങൾക്ക് അതിനോടൊരു വലിയ ഇഷ്ടമുണ്ട്. ആ ഇഷ്ടത്തെ അവരെന്ത് ചെയ്യും? ഒറ്റയ്ക്ക് എടുക്കാൻ തൻ്റെ ഇടം വരുന്നില്ല. തൻ്റെ ഇടം വരാത്തതിന് കാരണം എന്താ? ആ കാരണം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള അടിച്ചമർത്തലുകളും ഇതുപോലെ കൂച്ചുവിലങ്ങുകളുമാണ്. അതിൽ നിന്ന് അത് കേന്ദ്ര സഹമന്ത്രിയുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഇവിടുത്തെ സാധാരണക്കാരുടെ സിനിമാ നടൻ്റെ അവസ്ഥയല്ല, കേന്ദ്ര സഹമന്ത്രി അഭിനയിക്കുന്ന പടത്തിൻ്റെ അവസ്ഥയാണ്. അദ്ദേഹത്തിന് വിളിച്ചു പറയാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയേ, അത് എവിടെയാണ് അവിടെ പോയി നിൽക്കുന്നത്? ഇനി കോടതിയിൽ പോയിക്കോട്ടെ എന്ന് പറയും. 2 കാര്യങ്ങളാണ്. ചിലവർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടാവും, ചിലവർ പറയും അതൊരു പിന്നെ അഡ്വർടൈസ്മെൻറ്റ് സ്റ്റണ്ടാണ്, പരസ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഈ വിവാദം ഉണ്ടാക്കുന്നത് മുഴുവൻ പരസ്യം. അങ്ങനെയൊന്നും അല്ല. വിവാദം ഉണ്ടാക്കുന്നൊന്നല്ല. ഇതിന് പൈസ മുടക്കി പ്രിൻ്റ് അടിച്ചവനും പിന്നെ ഫ്ലെക്സ് അടിച്ചു വെച്ചവനും അതുപോലെ തന്നെ പോസ്റ്റർ അടിച്ചവനും ഡിസ്ട്രിബ്യൂട്ടറേയും പിന്നെ തിയേറ്ററും കണ്ടെത്തിയവൻ്റെയും വിഷമം മനസ്സിലാവില്ല. അവർക്കറിയില്ല 27-ാം തീയതി ഫിക്സ് ചെയ്ത് മുന്നോട്ട് പോയാൽ 27-ാം തീയതി ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ നാളെ സിനിമ റിലീസ് ചെയ്യേണ്ട ദിവസമാണ്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കാതെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് കോടതികളാണ്. കോടതികൾ ശക്തമായ രീതിയിൽ ഇതിന് പ്രതികരിക്കണം. ഇതുപോലെയുള്ള സംവിധാനം ഉണ്ടായാൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതം ഈ പറയുന്ന ഗവൺമെൻറ്റുകൾ നേരിടുമെന്ന് ഓരോ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വരിക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നേരത്തെ ജിമ്മി സാർ പറഞ്ഞതുപോലെ എന്താണ് സംഭവിക്കുക? ഇത് ഒരു അപ്രഖ്യാപിത ലിഖിത നിയമമായി മാറും. അയ്യോ ഇനി ഹിന്ദുക്കളുടെ പേരിടണ്ട, ഹിന്ദു ദൈവങ്ങളുടെ പേരിടണ്ട. അങ്ങനെ ഇട്ടാൽ കുട്ടികൾക്ക് പേരിടാൻ പറ്റുമോ ഈ നാട്ടിൽ? നമുക്കൊരു ഇഷ്ടപ്പെട്ട ഒരു കുട്ടി, നമ്മളൊക്കെ കുട്ടികളുടെ പേരിടുന്നത് എങ്ങനെയാണ്? നമ്മൾ തന്നെ കാച്ചിക്കുറിക്ക് ഒരു പേരങ്ങിടുകയാണ് അല്ലേ? ഇനി അങ്ങനെ ഇടാൻ പറ്റുമോ? ഇനിയിപ്പോൾ ഗൈഡ് ലൈൻ നോക്കേണ്ടി വരും കേന്ദ്ര സർക്കാരിൻ്റെ, വേണ്ടേ അല്ലേ? ഇനി ഭരണഘടനയിൽ പോയി നോക്കേണ്ടി വരും ഏത് പേരിടുന്നു. നമ്മൾക്ക് പണ്ട് ബൈബിളിലും രാമായണത്തിലൊക്കെയാണ് പോകുന്നു നോക്കി. ഇനി ഇപ്പോൾ ഭരണഘടനയും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിയമത്തിൽ നോക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പം നമ്മളിപ്പോൾ ജീവിക്കുന്നത്, നമ്മൾ അടിയന്തരാവസ്ഥയെക്കുറിച്ച് 50-ാം വാർഷികമൊക്കെ ആഘോഷിക്കുമ്പോൾ ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യേണ്ട സമയമായി, വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ട സമയമായി. നമ്മുടെ കലാകാരന്മാരും നമ്മുടെ സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയക്കാരും അതുപോലെ എഴുത്തുകാരും എല്ലാം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ്. ഇതോടുകൂടിയിട്ട് ഈ മാറ്റം വരുള്ളൂ. ഒരു സമൂഹം എങ്ങനെയാണ് നന്നാവുന്നത്? എങ്ങനെയാണ്? പറഞ്ഞാണ് നന്നാവുക. അതിനെക്കുറിച്ച് എതിർത്തിട്ടാണ് നന്നാവുക. അപ്പം അതിലേക്ക് എത്ര സമയമായി എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു കാര്യം ശരിയാണ്, ഇതുപോലെ സിനിമയ്ക്ക് അല്ലെങ്കിൽ ഇത് സിനിമയിലായിപ്പോയി എന്നുള്ളതാണ്. ഇതിനേക്കാൾ വലുതിന് വന്നിട്ടില്ല. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം? എഴുത്തുകാരുണ്ടാവും, സിനിമാക്കാരുടെയൊക്കെ പ്രത്യേകത എന്താണ്? നടന്മാരുടെ പ്രത്യേകത എന്താണ്? നടിമാരുടെ പ്രത്യേകത എന്താണ്? അവരെ കേൾക്കാൻ ആൾക്കാരുണ്ട് അല്ലേ? ഒരു സാധാരണക്കാരനെ കേൾക്കാൻ ആൾക്കാരില്ല, ഒരു കർഷകനെ കേൾക്കാൻ ആൾക്കാരില്ല, ഒരു മലയോര കർഷകനെ കേൾക്കാൻ ആൾക്കാരില്ല. ആൾക്കാരെ ചവിട്ടി കൊല്ലുന്ന ആന വരുന്ന സമയത്ത് നമ്മൾ വിളിച്ചു പറഞ്ഞാൽ പോലും ആരും കേൾക്കാനില്ല. പക്ഷേ ഒരു പിന്നെ കലാകാരൻ പറഞ്ഞാൽ അത് കേൾക്കാനാണ്. ചെറിയ കലാകാരനായാലും വലിയ കലാകാരൻ കേൾക്കാൻ. അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമുക്കിത് അഡ്രസ്സ് ചെയ്യാൻ പറ്റുക. അതിന് പറ്റിയൊരു സംവിധാനമാണ് ഈ പറയുന്ന സിനിമയെ കാണേണ്ടതും അതിനനുസരിച്ച് ശക്തമായി പോരാടണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത് ഒരു തുടക്കം മാത്രമായിട്ട് കണ്ടാൽ മതി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.